രാത്രി സമയം 11 മണിയായിരിക്കും. അശ്വിനി അർജുനോടൊപ്പം ക്ലബിലായിരുന്നു. അപ്പോഴാണ് അശ്വിനിയുടെ മൊബൈൽ റിംഗ് ആയത്. ഇവൻ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നേ? സ്ക്രീനിൽ ജോൺ എന്ന് ഇട്ടിരുന്നു. എന്തു പറ്റി ബേബി? എന്താ നോക്കുന്നത്? അതൊന്നുമില്ല, എൻ്റെ ഭർത്താവാ വിളിക്കുന്നത്. എടുത്ത് ചോദിക്കേ, അദ്ദേഹം എന്താ പറയുന്നതെന്ന് കേൾക്കാം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനിൽ നിന്ന് മോചനം കിട്ടിയതെന്ന് അറിയാമോ? ഇപ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കാൻ പോലും എനിക്കിഷ്ടമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒരുപാട് സമയം വരെ എൻജോയ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും പുറപ്പെട്ടു പോയി. കാർ പാർക്കിങ്ങിൽ നിന്നും തിരിച്ചു. അതിനുശേഷം ഓ മൈ ഗോഡ്, വളരെ സുന്ദരിയായ ഒരു പെണ്ണ് അവരുടെ കാറിന്റെ മുൻപിലായി വന്നു. അവൾ നൃത്തം ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിരിക്കുകയായിരുന്നു. അവളുടെ ശരീരം മുഴുവൻ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. അവൾ വളരെ ആകർഷണീയമായി തോന്നി. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ പെണ്ണും കുറച്ചു സമയം വരെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്നും പോയി. ആരാണ് അവൾ? അതിസുന്ദരിയായിട്ടുണ്ടല്ലോ. ഇത് കേട്ടതും അശ്വിനിക്ക് ദേഷ്യം വന്ന് കാറിൽ നിന്നും ഇറങ്ങി. ചെല്ല്, ആ സുന്ദരിയുടെ പിന്നാലെ ചെല്ല്. അവൾ അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. പക്ഷെ അർജുന്റെ മനസ്സിൽ ഇപ്പോഴും ആ സുന്ദരിയായ പെണ്ണിന്റെ സുന്ദരമുഖം നിറഞ്ഞിരുന്നു. അവൻ കാർ ആക്സിലേറ്റർ ഇട്ടു. എന്നിട്ട് കാർ ഓടിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ നോക്കിയപ്പോൾ ആ പെണ്ണ് അവന്റെ കാറിന്റെ പുറകിലുണ്ടായിരുന്നു. നീയോ? ആ പെണ്ണ് അർജുനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവൾ അർജുനെ പുറകിലോട്ടുള്ള സീറ്റിലേക്ക് വിളിച്ചു. അർജുനും അവളെ തന്റെ കൈകളിൽ ഏന്തി. അർജുന്റെ മനസ്സിപ്പോൾ സ്ഥിരതയില്ലാത്തതായിരുന്നു. നിന്റെ പേരെന്താണ്? ശരി, നീ ആരാണ്? അപ്സര. അർജുൻ ചിരിച്ചു. അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അപ്സരയുടെ നഖങ്ങൾ നീളമായത്. അവൾ അർജുന്റെ ഇടുപ്പിൽ കുത്തി. അവൻ നിലവിളിക്കുന്ന ശബ്ദം അവിടെ മുഴുവൻ കേട്ടു. 3 മാസത്തിനു മുൻപ്. രാഹുൽ, നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. ഇവരൊക്കെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു. ആഹാരവും തരുന്നില്ല, വെള്ളവും തരുന്നില്ല. ഇവരെന്റെ അച്ഛനും അമ്മയും അല്ലെന്നാ തോന്നുന്നേ. അശ്വിനി, ഇവിടെ നോക്ക്. ഇപ്പോൾ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടേക്കും ഓടിക്കാനും പറ്റില്ല. എൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഒട്ടും ശരിയില്ലായിരുന്നു. നിന്നോടൊപ്പം ഞാൻ കുടിലിൽ വേണമെങ്കിലും താമസിക്കാം. എനിക്ക് നിന്നിൽ നിന്നും ഒന്നും വേണ്ട. നിന്റെ അവസ്ഥ എന്തായാലും ശരി. അതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ശരി, ഈ മന്ത് വർക്ക് ഫിനിഷ് ആവട്ടെ. അതിൻ്റെ പേയ്മെന്റ് വന്ന ഉടൻ തന്നെ നമ്മൾ ഓടിയേക്കാം. അശ്വിനിയുടെയും രാഹുലിന്റെയും കുടുംബത്തിലുള്ളവർ അവർ രണ്ടുപേരെയും വെറുത്തു. പക്ഷെ അവർ ഓടാമെന്ന് തീരുമാനിച്ചതും വേറെ വഴിയില്ലാതെ വീട്ടിലുള്ളവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞു. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. രാഹുൽ, നമ്മൾ ഇത്തവണ ഡൽഹിയിലേക്ക് പോകാം. അവിടെ വളരെ നന്നായിരിക്കും. ഇവിടെ നോക്ക്, കല്യാണം, ഹണിമൂൺ, എൻ്റെ വർക്ക് എല്ലാം ഡിലേ ആയിപ്പോയി. ആദ്യം എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യട്ടെ. എത്ര ജോലി ചെയ്യുന്നോ അത്ര കുറേ പൈസ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോഴാണ് നമ്മളുടെ ഫസ്റ്റ് ദീപാവലിനെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റും. പക്ഷേ നമ്മളെ കൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. ശരി, നീ ജോലി ചെയ്തുകൊണ്ടേയിരിക്കെ ഞാൻ ഉറങ്ങാൻ പോവുകയാ. രാഹുൽ തന്റെ കല്യാണത്തിനായി നിർത്തിവെച്ച എല്ലാ പണികളും തീർക്കാനായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാലും അവർക്കിടയിൽ വഴക്കുണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർക്കിടയിൽ വഴക്ക് വളരെ വലുതായി മാറി. ഞാൻ പോവുകയാണ്. എന്ന് നിന്റെ കണ്ടീഷൻ ശരിയാകുമോ, എന്ന് കൂടുതൽ നീ കാശ് ഉണ്ടാക്കുമോ, അന്ന് എന്നെ വിളിക്ക്. ഇപ്പോൾ നീ എവിടെ പോകുന്നു? നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലേ? അന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ. അതെ, ഞാൻ പറഞ്ഞു ഞാൻ നിന്നോടൊപ്പം കുടിലിൽ വേണമെങ്കിലും താമസിക്കാമെന്ന്. പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത വലിയ തെറ്റാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അശ്വിനി അവിടെ നിന്നും പോയി. ഞാൻ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതെല്ലാം എൻ്റെ തകുതിയെ മീറി ചെയ്തതാണ്. പക്ഷെ അതെല്ലാവற்றிനെയും ഒരു സെക്കൻഡിൽ മറന്ന് ഇവിടെ നിന്ന് അവൾ പോയി. ദിവസങ്ങൾ കടന്നുപോയി. അശ്വിനി വളരെ സന്തോഷത്തോടെ തന്റെ അച്ഛനോടും അമ്മയോടും ജീവിച്ചു വന്നു. പക്ഷെ മറ്റൊരു വശത്ത് രാഹുലിന്റെ അവസ്ഥ വളരെ മോശമായി മാറി. വന്നോ രാഹുൽ? ഒരു പ്രോജക്റ്റിനെ ഒരു ദിവസത്തിൽ പൂർത്തി ചെയ്യുന്നവനാണ് നീ. പക്ഷെ ഇപ്പോൾ ഒരു പ്രോജക്റ്റിന് 4 ദിവസങ്ങൾ എടുക്കുന്നു. എങ്ങനെ ചെന്നാൽ എങ്ങനെ? സർ, ഞാൻ എന്ത് പറയാനാ? മുൻപ് പോലെ എൻ്റെ ബ്രെയിൻ ശരിയായിട്ട് പണി ചെയ്യുന്നില്ല. അശ്വിനി എന്നെ വിട്ടിട്ട് പോയത് മുതൽ. ഇവിടെ നോക്ക്, അത് നിന്റെ പേഴ്സണലാണ്. എനിക്ക് എൻ്റെ പണി ഫിനിഷ് ആവണം. അത് നിന്നെ കൊണ്ടാണ് പൂർത്തി ചെയ്യാൻ പറ്റും. രാഹുൽ ഒരുപാട് വട്ടം അശ്വിനിയെ വിളിച്ചു. പക്ഷെ അശ്വിനി അവനോട് മിണ്ടിയതുപോലുമില്ല. അവൻ വളരെ വലിയ ഡിപ്രഷനിലെത്തി.
പിന്നെ രാത്രിയൊക്കെ അവിടെയും ഇവിടെയും കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെയും ഇവിടെയുമൊക്കെ ചുറ്റി അവസാനം അവൻ ശ്മശാനത്തിൽ ചെന്നെത്തി. പറ്റിക്കുന്നവൾ ഫ്രോഡാണ്. പൈസ ഉള്ളവരെ അവൾ എൻ്റെ കൂടെ തന്നെ ഇരുന്നു. ഇപ്പോൾ കുറച്ച് കഷ്ടം വന്ന ഉടൻ തന്നെ എന്നെ വിട്ടിട്ട് ഓടിപ്പോയി. മോനെ ഇവിടെ വന്നിരിക്കേ. സ്വാമി, അവിടെ വന്ന് ഇരിക്കുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും നല്ലത് നടക്കോ? നടക്കും, തീർച്ചയായും നടക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിനക്ക് കിട്ടും. രാഹുൽ ആ ബാബയുടെ അടുത്ത് ചെന്ന് ഇരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയാൻ ആരംഭിച്ചു. ഞാൻ നിനക്ക് ഒരു മന്ത്രം പറയാൻ പോകുന്നു. അത് വെറും 22 ദിവസങ്ങളെ ഉണ്ടാവും. ഒരുപക്ഷെ നിനക്ക് ആ സാധനം കിട്ടിയാൽ പിന്നെ നിന്റെ ജീവിതം തന്നെ മാറിപ്പോവും. ബാവ രാഹുലിനോട് ഒരുപാട് സമയം വരെ ആ സാധനയെക്കുറിച്ച് പറഞ്ഞു. അടുത്ത ദിവസം രാത്രി രാഹുൽ ഒരു ആലമരത്തിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ക്രിയകൾ തുടങ്ങി. അവൻ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം യാഗകുണ്ഡത്തിൽ യാഗവും ചെയ്തു. ദേവി അപ്സര പ്രകടം, ദേവി അപ്സര പ്രകടം. അവൻ നിർത്താതെ അതേ മന്ത്രം രാവിലെ 5 മണിവരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എൻ്റെ തൊണ്ടയും വരണ്ടുപോയി. വളരെ ദാഹമായിട്ടുണ്ട്. എന്നിട്ട് അവൻ 2 ലിറ്റർ വെള്ളം മുഴുവനും കുടിച്ചു. വീട്ടിലേക്ക് ചെന്നു. ഇതുപോലെ ദിവസവും രാത്രി ഈ പൂജ അവൻ ചെയ്തു. ഇത് 21ാമത്തെ രാത്രിയാണ്. ഇത്രയും രാത്രികളായിപ്പോയി. സ്വാമി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് രാത്രി എനിക്ക് ഏതോ ഉണർച്ചകൾ വരുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. സമയം ഏകദേശം 3 മണിയായി കാണും. ആ ശാന്തതയെ കീറി മുറിച്ചുകൊണ്ട് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ഇവിടെ നിന്ന് പോയേക്ക്, നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നതില്ല. എന്തു പറ്റിയാലും ശരി, ഞാൻ അപ്സരയെ സൃഷ്ടിക്കാതെ വിടില്ല. എന്ന് വെച്ചാൽ പറയുന്നത് കേൾക്ക്. ഇന്ന് രാത്രി നീ ഈ പൂജയെ മുടിച്ചിട്ട് പോകുമ്പോൾ ഉദയം നീ ഏതൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നോ അപ്പോൾ തന്നെ നീ അവൻ്റെ തലയിനെ അവൻ്റെ ശരീരത്തിൽ നിന്നും തനിച്ചെടുക്കണം. ശരി, ഞാൻ ചെയ്യുന്നു, തീർച്ചയായും ചെയ്യുന്നു. രാഹുൽ അന്ന് രാത്രിയും തന്റെ പൂജ ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് ചെന്നു. അവന്റെ തോളത്തൊരു സഞ്ചി ഉണ്ടായിരുന്നു. അവൻ പതുക്കെ പതുക്കെ മുൻപിലോട്ട് നടക്കുകയായിരുന്നു. ഏട്ടാ, എന്നെ രക്ഷിക്കൂ ഏട്ടാ. ചേടാ, ഇത് മുന്നിയുടെ ശബ്ദമല്ലേ? അവൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അവന്റെ അനിയത്തി അവൾ ഒരു ചതുപ്പു നിലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ മുന്നി! അവൻ ഉടനെ അവിടേക്ക് ഓടി. എന്നിട്ട് അവൻ അവളുടെ കൈ പിടിച്ചു. അവൻ തന്റെ ബലം ഉപയോഗിച്ച് മുന്നിയെ മുകളിലോട്ട് വലിച്ചു. നീ നന്നായിട്ടുണ്ടല്ലോ മുന്നി. ആ, കുഴപ്പമൊന്നുമില്ല ഏട്ടാ. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്. മുന്നി ഡൽഹിയിൽ മമ്മിയോടൊപ്പമാണുള്ളത്. പിന്നെ ഇവൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? വീണ്ടും അവന്റെ ചെവികളിൽ അതേ ശബ്ദം കേട്ടു. ഉദയം നീ ഏതൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നോ അപ്പോൾ തന്നെ നീ അവരുടെ തലയിനെ വെട്ടിയെടുക്കണം. അവൻ മുന്നിയെ നോക്കി. അവളോട് അവന് സ്നേഹം തോന്നി. അപ്പോഴാണ് അവന്റെ ഭാര്യ ചെയ്ത ദ്രോഹം അവന് ഓർമ്മ വന്നത്. അവന് ദേഷ്യം വരാൻ തുടങ്ങി. അവൻ തന്റെ ബാഗിൽ നിന്നും കത്തിയെടുത്തു. അവൻ മുന്നിയുടെ തല വെട്ടി. തല വെട്ടിയതും ശബ്ദം കേട്ടു. രാഹുലിന്റെ മുഖത്ത് അവളുടെ ചോര തെറിച്ചു. അവന്റെ മനസ്സൊക്കെ പിടയുകയായിരുന്നു. അപ്പോഴാണ് അവന് അതേ ശബ്ദം കേട്ടത്. വളരെ നല്ലത്, നിന്റെ പരീക്ഷയിൽ നീ വിജയിച്ചു. ഏതൊരാള് അപ്സരയ്ക്ക് വേണ്ടി തൻ്റെ സ്വന്തം അനിയത്തിനെ കൊല്ലുന്നോ അവന് വേണ്ടി ആ അപ്സര ഭൂമിയിലേക്ക് വന്നേ പറ്റൂ. രാഹുലിന്റെ മുഖത്ത് ചിരി വന്നു. അവൻ തന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ ഉറങ്ങാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ റിംഗ് ആയത്. ചേടാ, അശ്വിനി കാൾ ചെയ്യുന്നു. ഹലോ. പറ. അവളുടെ ശബ്ദം കേട്ടതും രാഹുലിന്റെ ദേഷ്യം ഒന്നുമില്ലാതെ ആയി. അശ്വിനി, നീ എന്തിനാ അവിടെ ഉള്ളത്? എങ്ങനെ പോയോ അങ്ങനെ തന്നെ തിരിച്ചു വന്നേക്ക്. എനിക്ക് നിന്റെ ഓർമ്മകൾ നിറഞ്ഞു കാണുന്നു. കല്യാണത്തിന് ശേഷം ഇതാണ് നമ്മളുടെ ആദ്യത്തെ ദീപാവലി. ആക്ച്വലി എനിക്ക് അവിടെ വരാൻ തീരെ ഇഷ്ടമില്ല. പക്ഷേ നിന്റെ തെറ്റെന്താണെന്ന് നീ മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ട് വരാം. ഇത് കേട്ടതും രാഹുലിനെ കൊണ്ട് വിശ്വസിക്കാനേ ആയില്ല. അവന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഐ ലവ് യു അശ്വിനി, ഐ റിയലി ലവ് യു. ഐ ലവ് യു ടു ഡാർലിംഗ്. രാഹുൽ വണ്ടി എടുത്തുകൊണ്ട് അശ്വിനിയുടെ വീട്ടിലേക്ക് ചെന്നു. അശ്വിനി സൂട്ട് കേസോടെ പുറത്തു നിൽക്കുകയായിരുന്നു. രാഹുൽ അവളെ വണ്ടിയിൽ കയറ്റി അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അശ്വിനി വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് അവൻ അവസാനത്തെ രാത്രി പൂജയെക്കുറിച്ച് ആകെ മറന്നുപോയി.
രാഹുലിന്റെ കൈവശം കുറച്ച് കാശുണ്ടായിരുന്നിട്ടും അവൻ അശ്വിനിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ദിവസം മുഴുവൻ ചുറ്റിയതിനു ശേഷം, വാ ഇപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇപ്പോഴല്ല, എനിക്ക് ക്ലബിലേക്ക് പോകണം. അശ്വിനി മതിയാണ്. ഇവിടെ നോക്ക്, ഇനിയും തിരഞ്ഞു നോക്കാൻ എൻ്റെ അടുത്ത് സമയമില്ല. എൻ്റെ അടുത്ത് പണവും ഇല്ല. നിന്റെ കയ്യിൽ കാശില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ വരാനായി നീ ഇങ്ങനെ നിർബന്ധിച്ചത്? എന്ന് വെച്ചാൽ നീ കേൾക്കുന്ന എല്ലാവற்றிനും ഞാൻ പൈസ ചെലവ് ചെയ്താലേ നീ എന്നോടൊപ്പം ഇരിക്കുമോ? ഞാൻ എന്താ നിനക്ക് കുറവായിട്ടോ ചെലവ് ചെയ്തത്? ക്ലബിന് പോകണ്ട എന്നല്ലേ പറഞ്ഞത്, പക്ഷേ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. മതി, കൂടുതൽ സംസാരിക്കണ്ട. ഇനി നിന്നോട് എനിക്ക് വഴക്കിടാൻ ഇഷ്ടമില്ല. അവൾ തന്റെ ബാഗ് എടുത്തു അവിടെ നിന്നും പോയി. ഇപ്പോൾ രാഹുലിന് അതിരുകളില്ലാതെ ദേഷ്യം വന്നു. അവൻ ഉടനെ തന്നെ ശ്മശാനത്തിലേക്ക് ചെന്നു. എന്നിട്ട് അഗ്നികൂടത്തിന് മുൻപിലിരുന്നു. എന്നോട് ക്ഷമിക്കൂ അപ്സരെ, എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിച്ചേക്ക്. നീ അവളെ ദേഷ്യപ്പെടുത്തി. ഇനി അത്ര എളുപ്പത്തിൽ അവളെ നിന്നെ കൊണ്ട് വരവയ്ക്കാൻ പറ്റില്ല. ഇതിന് നീ വളരെ കഷ്ടങ്ങൾ അനുഭവിക്കണം. ഞാൻ തയ്യാറാണ്, അത് എത്ര വലിയ കഷ്ടമായാലും ശരി. അവന് അഗ്നികൂടത്തിന് മുൻപിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് 4 കാക്കകൾ വന്ന് അവനെ ചുറ്റി പറന്നുകൊണ്ടിരുന്നത്. അത് തന്റെ വായ വച്ച് അവന്റെ ഷർട്ടിൽ കൊത്തിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനകം അവന്റെ ഷർട്ടൊക്കെ പോയി. പിന്നെ അവന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോയേക്ക്, അല്ലെങ്കിൽ നീ മരിച്ചു പോകും. എനിക്ക് മരണത്തിനെ കണ്ട് പേടിയില്ല. ഞാൻ ചെത്തുപോയാലും ശരി, ആ അപ്സരയെ ഇവിടെ വരവയ്ക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോയില്ല. അവൻ പ്രതികാരം ചെയ്യണമെന്നതിൽ ഉറച്ചിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്നും എണീറ്റതേ ഇല്ല. എന്നിട്ട് അവൻ ആ പുസ്തകം എടുത്ത് മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ അവന് എല്ലാ വശത്തു നിന്നും ചിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അവൻ അവന്റെ സ്ഥലത്തു നിന്നും അനങ്ങിയതേ ഇല്ല. ഇവൻ ഇന്ന് ചാകാൻ പോവുകയാണ്. അതെ, ഇന്ന് മരിക്കാൻ പോകുന്നു. അപ്സരാദേവി പ്രത്യക്ഷപ്പെടൂ, അപ്സരാദേവി പ്രത്യക്ഷപ്പെടൂ, അപ്സരാദേവി പ്രത്യക്ഷപ്പെടൂ. അഗ്നികൂടത്തിൽ തീ അധികമായി കത്തി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടത്. അതിനുശേഷം പുകയൊക്കെ മാഞ്ഞതിനു ശേഷം അവന്റെ കണ്ണിന്റെ മുൻപിലായി ഭംഗിയുടെ രൂപം, സുന്ദരികളിൽ റാണിയായ അപ്സര നിന്നുകൊണ്ടിരുന്നത്. അവളെ കണ്ടതും കുറച്ചു സമയം രാഹുലിന് തന്നെ നിയന്ത്രിക്കാനായില്ല. പക്ഷെ അവൻ പെട്ടെന്ന് തന്റെ നിയന്ത്രണം കൈവരിച്ചു. ഞാൻ അപ്സരയെ വരവെച്ചു, ഞാൻ അപ്സരയെ വരവെച്ചു. അശ്വിനി, ഞാൻ നിന്റെ കഥ പൂർത്തിയാക്കാൻ പോകുന്നു. നീ എനിക്ക് ചെയ്ത ദ്രോഹങ്ങളിനെ ഞാൻ പകവീട്ടാൻ പോകുന്നു.